വടകര വരുമ്പോൾ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് വരുമ്പോൾ വടകരയിലെ സിപിഎം സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായ യുഡിഎഫ് പ്രചരിപ്പിച്ചതായി ആരോപണമുയർന്ന കാഫിർ പ്രയോഗം സിപിഎമ്മിന് തന്നെ തിരിച്ചടിയാവുന്നു എന്നതാണ് പുതിയ സാഹചര്യം. സിപിഎം അനുകൂല ഫേസ്ബുക്ക് പേജിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. സിപിഎം നേതാവ് കെ ലതികയുടെ മൊബൈൽ ഫോണും കേസിന്റെ ഭാഗമായി പരിശോധിച്ചതായി ഇന്നലെ ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. ഇതോടുകൂടി ഇത് യുഡിഎഫ് കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളാണ് ഈ പ്രചരണം നടത്തിയത് എന്ന ആരോപണം കൂടി തകരുന്നു എന്ന ഒരു പശ്ചാത്തലം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇത് വലിയ വിവാദങ്ങളാണ്. കാരണം കഴിഞ്ഞ വടകര തെരഞ്ഞെടുപ്പ് സമയത്തും ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ പശ്ചാത്തലം. MS അനീഷ് കുമാർ ഉണ്ട് നമുക്കൊപ്പം. അനീഷ്, ഇന്നലെ ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഈ കാഫിർ പ്രയോഗം അടക്കമുള്ള വിഷയങ്ങളിൽ പോലീസിന്റെ അന്വേഷണ കാര്യങ്ങൾ പരാമർശിക്കുന്നത്. നമുക്കറിയാം വടകരയിൽ വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണം നടന്നു എന്നതാണ്. മുൻകാലങ്ങളിൽ ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പുതിയ രീതികൾ പരീക്ഷിച്ച ഒരു ഇടമാണ്. അതിന്റെ അലയൊലികൾ ഇപ്പോഴും നിൽക്കുകയാണ്. അതുണ്ടാക്കിയ സാമൂഹ്യ വിടവ് ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ സിപിഎമ്മിന് തിരിച്ചടിയാവുന്നത് ഈ പോലീസിന്റെ റിപ്പോർട്ടല്ലേ? അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങനെയായിരിക്കും സിപിഎം പ്രതിരോധിക്കുക? അനീഷ്. തീർച്ചയായും സജിത്ത്, കേരളത്തിൽ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള സൈബർ പ്രചാരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ വടകരയിലേത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ ആദ്യം മുതൽ രംഗത്ത് വന്നെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസമാണ് കാഫിറിന് വോട്ടില്ല എന്ന രീതിയിൽ കെ ശൈലജ ടീച്ചർക്കെതിരായ ഒരു സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത് യൂത്ത് ലീഗിന്റെ പ്രാദേശിക നേതാവ് PK മുഹമ്മദ് ഹാസിമിന്റെ പേരിലുള്ള വാട്സാപ്പ് നമ്പറൊക്കെ ചേർത്തുള്ള തരത്തിലായിരുന്നു ആ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. എന്തായാലും ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് എന്ന രീതിയിൽ CPM അക്കാര്യം വലിയ തോതിൽ ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ ഹാസിം തന്നെ രംഗത്തെത്തി. കാരണം തന്റെ പേരിലുള്ള ഈ സ്ക്രീൻഷോട്ട് പൂർണ്ണമായും വ്യാജമാണ്, തനിക്ക് ഇതിലൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ ഫോൺ നേരിട്ട് തന്നെ പരിശോധനയ്ക്കായി പോലീസിന് കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ പോലീസ് പിന്നീട് നടത്തിയ പരിശോധനകളിൽ ഹാസിമിന്റെ ഫോണിൽ നിന്നല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസും UDFും ലീഗും ഒക്കെ രംഗത്ത് വരികയും വടകരയിൽ വലിയ പ്രതിഷേധ പരിപാടികളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷവും പോലീസ് ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആരോപണ വിധേയനായ മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർക്കെതിരെ ശിക്ഷ അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടിലാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഖാസിമിന് ഇക്കാര്യത്തിൽ പങ്കില്ല. 2 പേജുകൾ, ഒന്ന് അമ്പാടി മുക്ക് സഹാക്കൾ എന്ന പേരിലുള്ളതും മറ്റൊന്ന് പോരാളി ഷാജി എന്ന പേരിലുള്ളതും, ഈ 2 ഫേസ്ബുക്ക് പേജുകളുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ ആരാണ് ഇതിന്റെ അഡ്മിൻ എന്നൊക്കെ നടത്തുന്നു എന്നാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ അമ്പാടി മുക്ക് സഹാക്കൾ എന്ന പേജിലാണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷമായത്. പിന്നീട് പല നേതാക്കളും ഈ കെ ലതിക അടക്കമുള്ള മുതിർന്ന CPM നേതാക്കൾ പോലും ഇത് ഷെയർ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കെ ലതികയുടെ ഫോൺ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഫേസ്ബുക്കിനോട് സംബന്ധിച്ച വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം അമ്പാടിമുക്ക് സഹാക്കൾ എന്ന പേജിൽ നിന്നും ഈ സ്ക്രീൻഷോട്ട് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാത്ത സാഹചര്യത്തിൽ ഫേസ്ബുക്ക് നോഡൽ ഓഫീസർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നും പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. എന്തായാലും CPM വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം കെ ലതികയെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലും ആവശ്യപ്പെട്ട് DCC ഇതിനകം രംഗത്തെത്തുന്നുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾ വലിയ തോതിൽ കൊഴുക്കുന്നു. ഉച്ചയ്ക്ക് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും